അപ്പോഴേ ഇത് കണ്ടോ? ഇതാണ് എൻ്റെ ആന്തൂറിയം ഗാർഡൻ കേട്ടോ. ഒരു കിണറിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസ് ആന്തൂറിയം വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒത്തിരിയൊന്നുമില്ല, കുറച്ചേ എനിക്ക് ആന്തൂറിയമുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം വളർത്താൻ തുടങ്ങിയ പോലത്തെ നാടൻ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ നിറച്ച് തൈകളുണ്ടാകും. പക്ഷേ പൂക്കൾ നമ്മുടെ മിനിയേച്ചറിലുണ്ടാകുന്ന പോലെ അത്രയങ്ങ് ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്ന പൂക്കൾ വലുതായിരിക്കും, പക്ഷേ വലിയ വെറൈറ്റി കളറുകളൊന്നും അല്ല. അപ്പം ഞാൻ അതും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലിങ്ങനെ തൈകൾ നന്നായിട്ട് ഉണ്ടായി വരും. അതുപോലെ തന്നെ ഇപ്പോൾ അത് കുറേ പൊക്കമായിട്ടുണ്ടേ, കുറച്ച് പൊക്കത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനോർത്തത് കട്ട് ചെയ്തിട്ടിനി വേരുകളൊക്കെ നന്നായി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചുവടേന്ന് തന്നെ കുറേ തൈകളുണ്ടാകും. അതെല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മൾ തൈകൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം മിനിയേച്ചർ വന്നു കഴിഞ്ഞതോടുകൂടി, ഹൈബ്രിഡ് വന്നതോടുകൂടി അതിന് വലിയ പ്രാധാന്യമില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ഉള്ളിൽ ഇടയ്ക്ക് പിന്നെ ഈ യൂഫോർബിയയും ആന്തൂറിയും ഒക്കെ ഭയങ്കര റേറ്റിങ്ങിൽ നിന്നായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു. കാരണം പരിചരണം അധികം വേണ്ട, നല്ല ആന്തൂറിയൊക്കെ ആണെങ്കിൽ നല്ല കളറ് വലിയ പൂവും ഓറഞ്ച്, അങ്ങനെ ഓറഞ്ച് കളറൊക്കെ വളരെ ഫേമസ് ആയിട്ട് നിന്നൊരു ഉണ്ടായിരുന്നു. അപ്പോൾ യൂഫോർബിയ ആണെങ്കിലും പല തരത്തിലുള്ള പൂക്കൾ എത്ര വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇടക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു ആന്തൂറിയോ യൂഫോർബിയോ ഒക്കെ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്നതെന്ന് പറഞ്ഞ് ഇതിനെല്ലാം ഒരു സൈഡിലാക്കി അല്ലേ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ ആദ്യം തൊട്ടേ ഈ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ തോട്ടങ്ങ ചെടികളെ വെച്ച് പിടിപ്പിക്കുന്നവരാണ്, നിങ്ങൾക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അന്നും നമ്മൾ ഒരു സൈഡിലേക്ക് ഒതുക്കുക ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കുള്ളതൊക്കെ ഞാനിങ്ങനെയൊക്കെ വെച്ചു, ചിലതൊക്കെ അങ്ങ് പോകും അങ്ങനെ. എന്നാലിപ്പം ഞാനിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ഓർക്കിഡ്, ആന്തൂറിയം, പിന്നെ ബൊഗെയിൻവില്ല, അഡീനിയം, ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഓർക്കിഡ്, ഈ ആന്തൂറിയം വെക്കാൻ വേണ്ടി ഞാൻ ഈ പേരയുടെ ചുവട്ടിൽ ഇങ്ങനെയൊരു ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ പിന്നെ വേറെ ചെടികളൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ വെയിലടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാവിലത്തെ വെയിലിങ്ങനെ ചെരിഞ്ഞ് വരും, ഉച്ച കഴിഞ്ഞത്തെ വെയിലൊന്നും അടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തെ സൈഡിൽ ഞാൻ ഗ്രീൻ നെറ്റ് ഇങ്ങനെ താത്തിയിട്ടേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആന്തൂറിയം. പക്ഷേ ഇതിന് തൈകളുണ്ട്, തൈകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ 5-6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വരും. ഇപ്പോൾ ഇത് മിനിയേച്ചർ ഹൈബ്രിഡ് ഞാൻ വാങ്ങിച്ച് 60 രൂപയ്ക്ക് വാങ്ങിച്ചതുണ്ട് കേട്ടോ. അതൊരു 2 കലയെ ഒരു കൊച്ചു പൂവായിട്ട് വാങ്ങിച്ചത്. അതിൻ്റെ അകത്ത് ഒരു ലിവർ റെഡ് ഉണ്ട്, നിറച്ച് പൂക്കളായി. ഇതതിൻ്റെ നാടൻ. ഇതിനി കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇനി നല്ല തൈകളുണ്ടായി വരും. പിന്നെ കട്ട് ചെയ്ത ഭാഗം നമുക്ക് വെളിയിലോട്ട് ഇങ്ങനെ വേരുകൾ ഇത് പടരുന്നത് കൊണ്ടേ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാലും പെട്ടെന്ന് പോകത്തില്ല. ഇതൊക്കെ സാധാ പിന്നെ ആന്തൂറിയ എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതിൻ്റെ മേലെയും ഇതൊക്കെ ഇത്രയുള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്ക് ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഈ പറയുന്ന ബൊഗെയിൻവില്ലയ്ക്കുമൊക്കെ നമ്മൾ ഒഴിക്കത്തില്ല, ഓർക്കിഡിനുമൊക്കെ അതൊക്കെ വളരെ ലൈറ്റായിട്ട് ചുവട്ടിൽ കൂടി ഒഴിച്ചു കൊടുക്കും. ഞാൻ പിന്നെ തൊണ്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. തൊണ്ടും പിന്നെ കരിയിലയും തൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആ തൊണ്ട് ഉണക്കി വെച്ച് ആ തൊണ്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പം 3-4-5 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ. ഇത് മറ്റേ ഹൈബ്രിഡ് മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പം അതിൽ നിറച്ച് പൂക്കളുണ്ടാകുന്നുണ്ട്, തൈയും ഉണ്ട്. അതിനി മാറ്റി വയ്ക്കണം. പിന്നെ ഉണ്ടോ എൻ്റെ നോക്കിയ ഉണ്ടോ അതിൻ്റെ അകത്ത് നടക്കുന്നത്, നോക്കിയ ചാടിക്കയറി നടന്നുണ്ടല്ലോ, ചിലതൊക്കെ ഓടിച്ച് കളയുന്നത്. പക്ഷേ എന്താ പറയാനും. അപ്പോൾ ഇതൊക്കെ മിനിയേച്ചറിൻ്റെ ചെറിയ തൈ വാങ്ങിച്ചതാണ്, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ആ ലിവർ റെഡ് കേട്ടോ. ഇത് ഞാനൊരു ചെറിയ തൈ വാങ്ങിച്ചതാണ്, ഒരു കൊച്ചു പൂവായിട്ട്. ഇപ്പം നിറയെ പൂക്കളാണ് അതിൽ. അത് പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ വെള്ളം ഒഴിക്കുമ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പൂക്കളിലൊന്നും വീഴാതെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. രാവിലെ ഒഴിക്കണോ കുഴപ്പമില്ല കേട്ടോ. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ നമ്മൾ ഈ പൂക്കളെ വീഴാതെ ഒഴിക്കണം. പൂവേൽ വീണ് കഴിഞ്ഞാൽ വൈകിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പിടിച്ച് നിൽക്കത്തില്ലേ. അപ്പം അത് ചിലത് ഈ ഹൈബ്രിഡൊക്കെ ചിലതൊക്കെ ചീഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതിൻ്റെ പെട്ടെന്ന് അതങ്ങ് ഫെയ്ഡാകുന്ന പോലെ. അതുകൊണ്ട് ഞാൻ രാവിലെ ആണ് സാധാരണഗതിയിൽ വെള്ളം ഒഴിക്കുന്നത്. അത് 2-3-4 ദിവസം കൂടുമ്പോഴേ ഒഴിക്കുകയുള്ളൂ. ഒന്നാമത് തണലത്തിരിക്കുന്നു, പിന്നെ തൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇച്ചിരി ചകിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ എപ്പോഴും തണുപ്പ് നിന്നോളുമല്ലോ. പിന്നെ ഇതിൻ്റെ വേര് ഇവിടെ നിന്ന് മാറ്റുന്നേ ഇല്ല, ഇതിങ്ങനെ പെർമനൻ്റ് ഇങ്ങനെ വെച്ചേക്കുവാണേ.
ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേരെല്ലാം അടിയിൽ കൂടി ഇങ്ങനെ നിലത്തൂടി ഇങ്ങനെ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇത് പിന്നെ വെറുതെ ഞാനൊന്ന് ഹാങ് ചെയ്ത് ഇത് ഞാൻ ഇന്നാൾ മേടിച്ചെന്ന് പറഞ്ഞ ചെറിയ തൈ വാങ്ങിച്ചില്ലേ, അതാ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇനി അതെടുത്ത് തറയിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ വെയിലടിക്കുന്നു, നന്നായിട്ട് വെയിൽ വരും. അത് ഞാൻ ഗ്രീൻ നെറ്റ് മറു സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും വെയിലിങ്ങനെ വരുമ്പോൾ ഇതിനൊട്ടും വെയിൽ പറ്റത്തില്ലല്ലേ. അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ കരിഞ്ഞ പോലൊക്കെ വരും. അതുപോലെ തന്നെ മഞ്ഞ കളറാവും അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആന്തൂറിയം നമുക്ക് പരിപാലിക്കാൻ എളുപ്പമാണ്. എളുപ്പത്തിൽ പരിപാലിക്കാൻ സാധിക്കും. ഈ ഓർക്കിഡിനുള്ള പോലെ ഒച്ച അങ്ങനെയൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ഒച്ചൊന്നും അങ്ങനെ ഇതിനെ അറ്റാക്ക് ചെയ്തതായിട്ട് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇതുണ്ട് നിറച്ച് പൂവുണ്ടാവും. ഈ മിനിയേച്ചറിന് ഭയങ്കര വെറൈറ്റി തന്നെയാണ് കേട്ടോ. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ അത് അങ്ങ് പൊഴിയത്തില്ല. കണ്ടോ പച്ച കളറായിട്ട് അതിൻ്റെ ഇലയായിട്ടങ്ങ് മാറുന്ന പോലെ തോന്നും കുറേ കഴിയുമ്പോൾ, മാസങ്ങൾക്ക് ശേഷം. അപ്പം നാടനും ഈ മിനിയേച്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല ഇനത്തിൽ ഇനി ആന്തൂറിയം എടുത്ത് സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നവരെ എടുത്ത് നന്നായിട്ട് വെക്കുക. നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും പൂക്കളിങ്ങനെ കാണാമല്ലോ. നമ്മുടെ പൂന്തോട്ടത്തിൽ എപ്പോഴും പൂക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ലേ, വെറൈറ്റി ഒരു എണ്ണം മാത്രമായിരിക്കരുത്. പല വെറൈറ്റി ചെടികൾ നമ്മുടെ പലതരത്തിലുള്ള ചെടികളെ നമ്മൾ വളർത്തുകയാണല്ലോ. നമ്മുടെ പൂന്തോട്ടത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊന്ന് എപ്പോഴും പൂവുണ്ടാവും. നമുക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ നടന്ന് ആസ്വദിക്കാനുള്ള. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര രസമല്ലേ, നിങ്ങളുടെ എല്ലാ മുറ്റത്ത് ഈ പിന്നെ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന അങ്ങ് പൂത്തലഞ്ഞ് കിടക്കുമല്ലേ അല്ലേ. അപ്പം ബൊഗെയിൻവില്ലയൊക്കെ മേടിച്ച് വെക്കാത്തവരുണ്ടെങ്കിലേ, ഈ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ബൊഗെയിൻവില്ല ഇല്ല എങ്കിൽ, അടീനി ഇല്ലെങ്കിൽ നിങ്ങളിത് രണ്ടും വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഒരു ബൊഗെയിൻവില്ല വാങ്ങിക്കുക, ഒരു അടീനിയം വാങ്ങിക്കുക. എന്നിട്ട് ഈ വർഷം അതങ്ങനെ പൂത്ത് നിൽക്കട്ടെ. അതിൽ പിന്നെ അടുത്ത വർഷം അടീനിയാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് പിന്നെ വെട്ടി വെക്കാം. വെട്ടി അപ്പോൾ അടുത്ത ഒരു ചട്ടിയാകും. അങ്ങനെ നമുക്ക് ബൊഗെയിൻവില്ലയാണെങ്കിൽ നിറയെ ശിഖരങ്ങൾ വരും. അപ്പോൾ അവയെല്ലാം കട്ട് ചെയ്ത് വേറെ ചട്ടികളിലാക്കി നമുക്ക് ഇഷ്ടം പോലെ ഒരു കളറ് മതിയല്ലോ. പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ആരാണ് അവിടെ വീഴാത്തതുള്ളത്. നമുക്കൊക്കെ രാവിലെ വൈകുന്നേരം ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോഴേ അതിനെ ഒന്ന് നനച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കണ്ടില്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ വേറൊരു പൂ നമ്മുടെ മുറ്റത്തുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലത്. അത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും എല്ലാം ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് പൂന്തോട്ടം ഉണ്ടാക്കണം. കണ്ടോ എൻ്റെ ലിവർ റെഡൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഓക്കെ. അപ്പോൾ ആന്തൂറിയം വളർത്താത്തവർ വെക്കാത്തവർ ഒരു ആന്തൂറിയം വാങ്ങിച്ച് വെക്കുക. മിനിയേച്ചറോ അല്ലാത്ത എന്തെങ്കിലും വില കുറഞ്ഞൊരെണ്ണം വാങ്ങിച്ച് വെക്കുക. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് 2-3 ചട്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് 4 ചട്ടി ആന്തൂറിയമാകും. ഓക്കെ.